ഇന്ത്യൻ സൂപ്പർ ലീഗിൽ FC ഗോവയുടെ മാച്ചസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും മനസ്സിൽ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഇതുപോലൊരു പ്ലെയർ ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നിരുന്നെങ്കിൽ എന്നുള്ളത്. എന്തിനാ അതുപോലത്തെ ഒരു മൊബൈൽ ഫോൺ ആദ്യം അടിച്ചേരും ഞാൻ. യെസ്, നോവ സദോ ഒഫീഷ്യലി ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലെയർ ആയിട്ട് മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ 2 സീസണുകളായിട്ട് FC ഗോവയ്ക്ക് വേണ്ടി 43 മാച്ചുകൾ ISL കളിച്ചിട്ടുള്ള നോവ 20 ഗോളുകളും 14 അസിസ്റ്റുകളും കൊടുത്തിട്ടുണ്ട്. 3284 മിനിറ്റുകൾ അദ്ദേഹം ISL കളിച്ചതിൽ ഓരോ 96 മിനിറ്റ് കൂടുമ്പോഴും ഒരു ഗോളോ അസിസ്റ്റോ അദ്ദേഹം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ദിമിത്രോസ് ദൈമന്തോസ് ആയിട്ട് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു കണക്കാണ്. ഇനി സൂപ്പർ കപ്പും അതുപോലെ തന്നെ ഡ്യൂറൻ കപ്പും കൂടി ഇതിനൊപ്പം ചേർക്കുമ്പോൾ ടോട്ടൽ 54 മാച്ചുകളിൽ നിന്നായിട്ട് 29 ഗോളുകളും 16 അസിസ്റ്റുകളും പ്രൊവൈഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് നോവ സദോ. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ കേൾക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഒറ്റ കണക്കുകൊണ്ട് തന്നെ ഒരു ഗ്യാരണ്ടീഡ് ക്വാളിറ്റി ഫോറിൻ പ്ലെയർ ആണ് നോവ എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഒരേ ഒരു ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത്. നോവ സദോ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ, ബ്ലാസ്റ്റേഴ്സ് ജേഴ്സിലേക്ക് വരുമ്പോൾ ഈ ഫോം കീപ്പ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത്. സോ നമുക്ക് ഡീപ്പായിട്ട് തന്നെ ഇതിൻ്റെ കഴിഞ്ഞ സീസൺസിലെ മാച്ചസിനെ പറ്റി സംസാരിക്കേണ്ടതുണ്ട്, അവിടുത്തെ അതിൻ്റെ പെർഫോമൻസിനെ പറ്റി സംസാരിക്കേണ്ടതുണ്ട്. ആദ്യമേ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. സോ നോവ സദോ നിങ്ങൾ ISL ഗോവയുടെ മാച്ചുകൾ കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവും. ഒരു വിങ്ങറാണ്, ഒരു ഒഫൻസീവ് വിങ്ങർ എന്ന് പറയാൻ പറ്റുന്ന ഒരു ഔട്ട്സൈഡ് ഫോർവേഡ് 4-2-3-1, 4-3-3 തുടങ്ങിയ ഫോർമേഷൻസിലേക്ക് വൈഡിലാണ് ഇദ്ദേഹത്തെ കൂടുതലായിട്ട് കാണാറുള്ളത്. ആൻഡ് ഇതിന്റെ ഹീറ്റ് മാപ്പ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അതിന്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് എക്സ്ട്രീമിലോ ഹാഫ് സ്പേസസിലോ ഒക്കെയാണ് ഇതിന്റെ ഒരു പൊസിഷനിൽ ഹീറ്റ് മാപ്പിൽ കൂടുതൽ പ്രസൻസ് കാണുന്നത്. പക്ഷേ ഇദ്ദേഹം സ്വിച്ച് ചെയ്ത് റൈറ്റിലേക്ക് പോകുന്നുണ്ട്. റൈറ്റ് സൈഡിൽ ആ ഒരു റൈറ്റ് വിങ്ങറായിട്ട് കളിക്കുന്നത് കാണാം. 2 സെന്റർ ഫോർവേഡ് കളിക്കുന്ന സമയത്ത് ഒരു സെന്റർ ഫോർവേഡായിട്ടും അല്ലെങ്കിൽ ലോൺലി സ്ട്രൈക്കറായിട്ടും ഇദ്ദേഹത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ കളിക്കുമ്പോഴും അതിൻ്റെ ഒരു ഗെയിം സ്റ്റൈല് സിമിലർ ആയിട്ട് വരാറുണ്ട്. ആൻഡ് ഇദ്ദേഹം ഏറ്റവും കൂടുതൽ ഡേഞ്ചർ ആവുന്നതും അതിൻ്റെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് സൈഡ് എന്ന് പറയുന്നതും ലെഫ്റ്റ് സൈഡിൽ ഒരു ലെഫ്റ്റ് വിങ്ങറായിട്ട് ഈ പറഞ്ഞ പോലെ 4-2-3-1 4-3-3 വിങ്ങറായിട്ട് കളിക്കുമ്പോഴാണ്. ആൻഡ് അഡീഷണൽ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ സെറ്റ് പീസസ്, അതിൽ പ്രധാനമായിട്ടും പെനാൽറ്റീസ് എടുക്കുന്നുണ്ട്. പെനാൽറ്റീസിൽ 3 എണ്ണമേ എടുത്തിട്ടുള്ളൂ, പക്ഷേ 3 എണ്ണവും കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ചില സിറ്റുവേഷൻസിൽ ഡയറക്റ്റ് ഫ്രീ കിക്സ് അദ്ദേഹം ട്രൈ ചെയ്യുന്നുണ്ട്. അത് നല്ല രീതിയിൽ ഓൺ ടാർഗറ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. സോ സെറ്റ് പീസിന്റെ കാര്യത്തിൽ പെനാൽറ്റീസ് ഓക്കെയാണ്. ഫ്രീ കിക്സിന്റെ കാര്യത്തിൽ ചില സിറ്റുവേഷൻസിൽ ഇദ്ദേഹത്തെ ആശ്രയിക്കാവുന്നതാണ് തോന്നുന്നുണ്ട്. ഇനി ഡീപ്പായിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് ദ ബോളും വിത്ത് ദ ബോളും റിപ്പീറ്റ് ആയിട്ട് കണ്ട മൂവ്മെന്റ്സിനെ പറ്റിയും അവിടുത്തെ അതിന്റെ സ്ട്രെങ്ത്തുകളെ പറ്റി സംസാരിക്കേണ്ടതുണ്ട്. ആദ്യമേ തന്നെ ഓഫ് ദ ബോൾ മൂവ്മെന്റ്സിനെ പറ്റിയാണ് സംസാരിക്കാനുള്ളത്. ആൻഡ് ഈ ഒരു ഓഫ് ദ ബോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഈസ് ജസ്റ്റ് ഹംഗ്രി ഫോർ ദ ബോൾ എന്നുള്ളതാണ്. ആ ബോൾ കിട്ടാൻ കോൺസ്റ്റന്റ്ലി എങ്ങനെയെങ്കിലും ബോൾ ഈ പറഞ്ഞ പോലെ റിസീവ് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു പ്ലെയർ ആണ്. വെറുതെ നിൽക്കുന്ന രീതിയിൽ നമുക്ക് നോവയെ കാണാൻ സാധിക്കില്ല. അദ്ദേഹം ഇങ്ങനെ കോൺസ്റ്റന്റ്ലി മൂവ് ചെയ്ത് പന്ത് എങ്ങനെയെങ്കിലും വാങ്ങണം എന്നൊരു ഇന്റൻഷൻ മാത്രമാണ് അതിനുള്ളത്. അവിടെ ഏറ്റവും അധികം എടുത്തു പറയേണ്ട ചില വേരിയേഷൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തേത് ഒരു നോർമൽ എന്ന രീതിയിൽ സ്പേസ് റെക്കഗ്നിഷൻ വഴി പന്ത് റിസീവ് ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോൾ ലെഫ്റ്റ് എക്സ്ട്രീമിലാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പൊസിഷൻ എങ്കിലും അദ്ദേഹം നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നുണ്ട്. ഇൻസൈഡിലേക്കും ഹാഫ് സ്പേസിലേക്കും ബിറ്റ്വീൻ ദ ലൈൻസിലേക്കും ഡ്രോപ്പ് ചെയ്തിട്ടൊക്കെ ഇറങ്ങി നിന്നിട്ട് ഒരാളില്ലാത്ത സ്ഥലത്തേക്ക് മാറി നിന്ന് ബോൾ പ്രൊവൈഡേഴ്സിന് ആ ഒരു പ്ലെയറിനെ റീച്ച് ചെയ്യാൻ പാകത്തിന് അവൈലബിൾ ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ഇങ്ങനെ ഫ്രണ്ടിൽ നിന്നിട്ട് ഈ പറഞ്ഞ ഡ്രോപ്പ് ചെയ്യുമ്പോഴും സ്പേസ് റെക്കഗ്നിഷൻ വഴി മൂവ് ചെയ്യുമ്പോഴൊക്കെ അത് ഈ പറഞ്ഞ എഫക്റ്റീവായിട്ട് മാറുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു മൂവ്മെന്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയാണ്. ഇവിടെ അദ്ദേഹം ഒരു ഫ്രണ്ടിലായിട്ടാണ് അതിൻ്റെ ഒരു മെയിൻ പൊസിഷൻ ഒരു മാച്ചിൽ മെജോറിറ്റി ടൈമിലും കണ്ടിട്ടുള്ളത്. ആൻഡ് അങ്ങനെ നിൽക്കുന്ന ഒരു പ്ലെയർ എക്സ്ട്രീമിലേക്ക് ലെഫ്റ്റിലേക്ക് ഡ്രോപ്പ് ചെയ്യണം. അവിടെ അങ്ങനെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ CB ആൻഡ് FB ഈ 2 പേരും കൺഫ്യൂസ് ആവുന്നുണ്ട്. സന്ദീപ് സിംഗും ഹോർമി ആകുമ്പോൾ കൺഫ്യൂസ് ആവുന്നുണ്ട് ആരെ മാർക്ക് ചെയ്യണമെന്നുള്ളത്. ആൻഡ് അവിടെ ഒരു 1 ടച്ച് പാസ് കളിച്ചിട്ട് നോവ സദോ ഈ 2 പേരെയും വെട്ടിച്ചിട്ട് 2 പേർക്കും പിടി കൊടുക്കാതെ പേസ് കൊണ്ട് റൺ ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് സ്പേസ് റെക്കഗ്നിഷൻ വഴി പന്ത് റിസീവ് ചെയ്യുന്ന സമയത്ത് ഓപ്പോസിഷൻ ഡിഫൻസിന്റെ ആ ഒരു ഡിഫൻസീവ് ലൈനെ ഔട്ട് ഓഫ് പൊസിഷൻ ആക്കി മാറ്റാൻ അല്ലെങ്കിൽ അവർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാക്കാനും ആരെ മാർക്ക് ചെയ്യണം അല്ലെങ്കിൽ അഡ്വാൻസ് ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന പിറകിൽ വരുന്ന സ്പേസ് അതൊക്കെ നല്ല രീതിയിൽ അദ്ദേഹമായിട്ടോ മറ്റ് പ്ലേയേഴ്സ് വഴിയോ മുതലാക്കുന്നത് കാണാറ്. മറ്റൊരു സംഭവം ഈ ലാസ്റ്റുമായിട്ട് നിന്ന് പന്ത് റിസീവ് ചെയ്യുന്ന ഒരു സംഭവമാണ്. മിക്ക സമയത്തും ഒരു എക്സ്ട്രീമിൽ ലെഫ്റ്റ് എക്സ്ട്രീമിൽ വളരെ വൈഡായിട്ട് നിന്ന് അദ്ദേഹം പന്ത് ചോദിച്ച് വാങ്ങുന്നത് കാണാം. ഇങ്ങനെ ഈ വൈഡിൽ നിൽക്കുമ്പോൾ ഒരു പ്രയോജനം എന്ന് പറയുന്നത് ആ വൈഡ് ഏരിയാസ് മിക്ക സമയത്തും ഒരു കൺജസ്റ്റഡ് ഏരിയ ആയിട്ട് മാറാറില്ല. ഫ്രീ ആയിട്ട് നിന്ന് പന്ത് റിസീവ് ചെയ്യാനും ആർക്കും എപ്പോൾ വേണമെങ്കിലും ഇതിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവൈലബിൾ ആവുന്ന രീതിയിൽ മാറാറുണ്ട്. ഇത് എക്സ്ട്രീം വൈഡിൽ നിൽക്കുന്ന സിറ്റുവേഷൻസിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി കൺജസ്റ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ ആ ഒരു ഡിഫൻസീവ് ലൈനിൽ ബോക്സിന്റെ ഹാഫ് സ്പേസിലൊക്കെ ഇതുപോലെ ലാസ്റ്റുമായിട്ട് നിന്ന് പന്ത് റിസീവ് ചെയ്യുന്ന മൂവ്മെന്റ്സ് വേറെ ഉണ്ട്. സോ ആ ഒരു പൊസിഷനിങ് വഴി ആ ഒരു ടീമിന് ഒരു വിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലും കൂടുതൽ ഫ്രീ ആയിട്ട് തന്നെ ഇതിലേക്ക് പന്തുകൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ റീച്ച് ചെയ്യുന്ന രീതിയിലേക്ക് മാറുന്നുണ്ടായിരുന്നു. ആൻഡ് ഈ സ്പേസ് റെക്കഗ്നിഷൻ പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു വേരിയേഷനാണ് ഡയഗണൽ റൺസ് വഴി പന്ത് റിസീവ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അത് സിമ്പിളായിട്ട് അതിന്റെ ആ ഒരു എക്സ്ട്രീം വൈഡിലെ പൊസിഷൻ വിട്ടിട്ട് ഡയഗണൽ റൺസ്, പ്രത്യേകിച്ചും ഈ ഡിഫൻസീവ് ലൈനിന്റെ ബാക്കിലുള്ള സ്പേസ് മുതലാക്കുന്ന രീതിയിലുള്ള ഡയഗണൽ റൺസ് വഴി പന്ത് റിസീവ് ചെയ്യുന്ന മൂവ്മെന്റ്സ് ഉണ്ട്. അവിടെയൊക്കെ
നമുക്ക് ഫീൽ ചെയ്താൽ നോട്ടീസ് ചെയ്യാൻ പറ്റിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഗെയിം റീഡിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു ചാൻസ് മുൻകൂട്ടി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ആ ഒരു സെൻസ്, അത് നല്ല രീതിയിലുള്ള ഒരു പ്ലെയർ ആണ്. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബ്രാൻഡൻ ഫെർണാണ്ടസിന് പന്ത് കിട്ടുമ്പോൾ ബ്രാൻഡനേക്കാൾ ഒരുപാട് പിറകിലാണ് നോവ ഉള്ളത്. പക്ഷേ ബ്രാൻഡൻ ആ പന്തുമായിട്ട് മൂവ് ചെയ്യുമ്പോൾ തന്നെ നോവക്ക് അവിടെ ഒരു ചാൻസ് ഐഡന്റിഫൈ ചെയ്യാനും ഒരു ചാൻസ് അവിടെ ഉണ്ടെന്നുള്ളത് സെൻസ് ചെയ്യാനും പറ്റുന്നുണ്ട്. അതിനനുസരിച്ച് കൃത്യമായിട്ടൊരു ഡയഗണൽ റൺ അദ്ദേഹം കൊടുക്കുന്നതും ആ ഡയഗണൽ റൺ വരുമ്പോൾ ബ്രാൻഡൻ അത് നോട്ടീസ് ചെയ്ത് നോവയിലേക്ക് പന്ത് എത്തിക്കുന്നതും കാണാം. ഇതുപോലെയുള്ള ഡയഗണൽ റൺസ് വളരെ എഫക്റ്റീവായിട്ട് തോന്നാറുണ്ട്. ചില സിറ്റുവേഷൻസിൽ ഇതുപോലെ അദ്ദേഹം മൂവ് ചെയ്ത് സെന്ററിലേക്കൊക്കെ വരുമ്പോൾ അവിടെയും ഈ പറഞ്ഞ പോലെ ഡ്രോപ്പ് ചെയ്തൊരു പൊസിഷൻ വരുമ്പോൾ CBs അഡ്വാൻസ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ അതിന്റെ ബാക്കിലുള്ള സ്പേസ് ഇതുപോലെ ഒരു ഡയഗണൽ റണ്ണ് വഴി അദ്ദേഹം മുതലാക്കുന്നതും അതിൽ നിന്ന് ഗോളുകളും അസിസ്റ്റുകളും ഇതിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. സോ ഡയഗണൽ റൺസ് ഇതിന്റെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ളത് നോർമലി നിന്നിട്ടുള്ള ഡയഗണൽ റൺസ് ആണ്. ഇതിന്റെ ഒരു അഡീഷണൽ വേരിയേഷൻ അല്ലെങ്കിൽ കുറച്ചൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വേരിയേഷൻ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഇങ്ങനെ എക്സ്ട്രീം ആയിട്ട് നിൽക്കുമ്പോൾ അതിന് കിട്ടുന്ന ഒരു പെർഫെക്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഓപ്പണന്റ് ടീമിന്റെ സെന്റർ ബാക്കിനും ഫുൾ ബാക്കിനും ഇടയിൽ വരുന്ന സ്പേസ് റണ്ണിലൂടെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു ഫോർമേഷൻ വെച്ച് നോക്കിയാൽ തന്നെ ഈ ഒരു പോസിബിലിറ്റി നമുക്ക് കാണാൻ സാധിക്കും. എക്സ്ട്രീം ആയിട്ട് അദ്ദേഹം നിൽക്കുന്നു. അങ്ങനെ നിൽക്കുന്ന സിറ്റുവേഷനിൽ ഇപ്പോൾ അദ്ദേഹം ലെഫ്റ്റിലാണെങ്കിൽ ആ സൈഡിലെ ഓപ്പണന്റ് ടീമിന്റെ റൈറ്റ് ബാക്ക് ആൻഡ് റൈറ്റ് സെന്റർ ബാക്ക് അവരുടെ ഇടയിലുള്ള സ്പേസ് ഒരു ത്രൂ ബോളിലൂടെ ആ റൺ അദ്ദേഹം പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ ബോൾ കൊടുക്കുന്ന പ്ലെയറിന് ഈ പറഞ്ഞ ഗ്യാപ്പിലൂടെ ഒരു പാസ് വെച്ച് കൊടുക്കേണ്ടതിന്റെ ഒരു ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. ഈ ഫുൾ ബാക്കും സെന്റർ ബാക്കിനും ഇടയിൽ വരുന്ന ഗ്യാപ്പ് എത്രത്തോളം വൈഡ് ആവുന്നോ, ആ ഗ്യാപ്പ് എത്രത്തോളം ഇൻക്രീസ് ആവുന്നു, അതിനനുസരിച്ച് ആ ഒരു ചാൻസ് എഫക്റ്റീവ് ആയിരിക്കും. മറ്റൊരു മൂവ്മെന്റ് എടുത്ത് നോക്കുകയാണെങ്കിലും ഇതും ബ്ലാസ്റ്റേഴ്സിനെതിരെയാണ്. ആ ഒരു സമയത്ത് ഈ പറഞ്ഞ പോലെ വൈഡിൽ എക്സ്ട്രീമിൽ നോവ സദോ പോസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഫുൾ ബാക്കിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ സന്ദീപ് സിംഗ് നോവ സദോയിലേക്ക് അട്രാക്ട് ആവുകയും റൈറ്റ് സെന്റർ ബാക്കും റൈറ്റ് ബാക്കും തമ്മിലുള്ള ഗ്യാപ്പ് വലുതാവുന്നതും കാണാം. അങ്ങനെ വരുമ്പോൾ ആ ഗ്യാപ്പ് വലുതാവുന്നതിനനുസരിച്ച് നമുക്ക് കുറച്ചുകൂടി എഫക്റ്റീവ് ആയുള്ള ബോൾ ആ ഒരു ബോൾ പ്രൊവൈഡറിന്, ഇവിടെ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറോ അല്ലെങ്കിൽ മിഡ്ഫീൽഡിൽ നിന്നും അല്ല ഒരു പന്ത് വരുന്നത്, ഡിഫൻസീവ് ലൈനിൽ നിന്നാണ് ആ ഒരു പന്ത് വരുന്നത്. സോ ഡിഫൻസീവ് ലൈനിൽ നിന്നുള്ള ഒറ്റ പാസ് കൊണ്ട് അത് ഈ നോവ റണ്ണ് പ്രൊവൈഡ് ചെയ്തതുകൊണ്ട് മാത്രം, അങ്ങനെ ഒരു ചാൻസ് ഐഡന്റിഫൈ ചെയ്തതുകൊണ്ട് മാത്രമാണ് ആ ചാൻസ് അവിടെ ഉണ്ടാവുന്നത്. സ്ട്രൈറ്റ് ആയിട്ടുള്ള ബോൾ കൊണ്ട് വളരെ എഫക്റ്റീവ് ആയുള്ള ഒരു പൊസിഷനിൽ വെച്ചിട്ട് നോവ സദോവിനെ ഒരു പന്ത് റിസീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കും പിന്നീട് അദ്ദേഹം അത് കൺവേർട്ട് ചെയ്യുന്ന രീതിയിൽ മാറുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള എഫക്റ്റീവ് ആയുള്ള സെന്റർ ബാക്കിനും ഈ പറഞ്ഞ പോലെ ഫുൾ ബാക്കിനും ഇടയിൽ വരുന്ന സ്പേസ് എക്സ്ട്രീം വൈഡിൽ നിന്നുകൊണ്ട് റണ്ണുകൊണ്ട് അദ്ദേഹം കണ്ടെത്തുന്ന അല്ലെങ്കിൽ അവർക്ക് പിന്നിലുള്ള സ്പേസ് യൂട്ടിലൈസ് ചെയ്യുന്ന മൂവ്മെന്റ്സ് ഒരുപാടുണ്ട്. അതിൽ നിന്നും ഈ പറഞ്ഞ പോലെ ഗോളുകളോ അസിസ്റ്റുകളോ സ്വന്തമാക്കുന്ന മൂവ്മെന്റ്സ് വേറെയുണ്ട്. ആൻഡ് ഈ സെയിം ഐഡിയയിൽ തന്നെ ചെറിയൊരു വേരിയേഷൻ കൂടി അദ്ദേഹം യൂസ് ചെയ്യുന്നത് കണ്ടിരുന്നു. എക്സ്ട്രീം വൈഡിൽ അല്ലാതെ ഈ പറഞ്ഞ പോലെ സെന്റർ ബാക്കിനും ഫുൾ ബാക്കിനും ഇടയിൽ പൊസിഷൻ ചെയ്തുകൊണ്ട് അവിടെ നിന്ന് ത്രൂ റിസീവ് ചെയ്യുന്ന രീതിയിലുള്ള മൂവ്മെന്റ്സ് വേറെയുണ്ട്. സോ അതും ഈ പറഞ്ഞ പോലെ ഈ സെയിം സംഭവം തന്നെയാണ്, അതിന്റെ പൊസിഷനിങ്ങിലാണ് ചെറിയ വ്യത്യാസം വരുന്നത്. സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സ്പേസ് റെക്കഗ്നിഷൻ ആണെങ്കിലും ഡയഗണൽ റൺസ് ആണെങ്കിലും അവിടെ എല്ലാം നമുക്ക് കോമൺ ആയിട്ട് കാണാൻ കഴിയുന്ന കാര്യം, ഇദ്ദേഹം എപ്പോഴും അവൈലബിൾ ആവുന്നുണ്ട്. ബോൾ പ്രൊവൈഡേഴ്സിന് ഈ പറഞ്ഞ പോലെ പന്ത് എത്തിക്കാൻ, അതിലേക്ക് എത്തിക്കാൻ ഈസി ആവുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ട് ഉണ്ടാവുന്നുണ്ട്. അതിപ്പോൾ വളരെ വിഷനുള്ള ഒരു പ്ലേ മേക്കർ തന്നെ അതിന് വേണമെന്നില്ല. ഇദ്ദേഹം ഇങ്ങനെ അവൈലബിൾ ആവുന്നതുകൊണ്ട് ഒരു നോർമൽ പ്ലെയറിന് പോലും, ഇപ്പോൾ ഒരു സെന്റർ ബാക്ക് ലൈനിൽ നിന്ന് പന്ത് വരുന്നു എന്ന് പറയുമ്പോൾ അത് ടോട്ടലി ഇതിന്റെ മൂവ്മെന്റ്സിനാണ് ആ ഒരു ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. സോ ഇത് തന്നെയാണ് ഓഫ് ദ ബോളിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രെങ്ത് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി ഓഫ് ദ ബോളിൽ നോട്ടീസ് ചെയ്ത രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിന്റെ പേസ് അല്ലെങ്കിൽ ആക്സിലറേഷൻ ആണ്. ISL നമ്മളൊരു മാച്ച് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയ്ക്കൊരു സ്റ്റാറ്റ് ഒക്കെ കാണിക്കാറുണ്ട്, ടോപ്പ് 5 സ്പ്രിന്റ് അല്ലെങ്കിൽ ടോപ്പ് 5 സ്പീഡ് തുടങ്ങിയവ. ആ സംഭവങ്ങളൊക്കെ വരുമ്പോൾ അവിടെ എവിടെയെങ്കിലും ടോപ്പ് 3യിൽ തന്നെ നമുക്ക് നോവയുടെ പേര് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. അത്രയധികം പേസും ആക്സലറേഷനും അദ്ദേഹം യൂസ് ചെയ്യുന്നുണ്ട്. ഇത് വിത്ത് ദ ബോളിനേക്കാൾ കൂടുതൽ ഓഫ് ദ ബോൾ ആണ് അദ്ദേഹം യൂസ് ചെയ്യുന്നതും അത് യൂട്ടിലൈസ് ചെയ്യുന്നതും കണ്ടുള്ളത്. വിത്ത് ദ ബോൾ കുറച്ചുകൂടി കൺട്രോൾഡ് ആയിട്ടുള്ള പേസും ഡ്രിബ്ലിങ്സിനാണ് അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ ഓഫ് ദ ബോളിൽ നല്ല രീതിയിലുള്ള പേസും നല്ല രീതിയിലുള്ള ആക്സലറേഷനും അദ്ദേഹം യൂസ് ചെയ്യുന്നുണ്ട്. അത് മിക്കപ്പോഴും ഓപ്പോസിഷൻ ടീം ഒരു എറർ വരുത്തുമ്പോഴോ മൈനസ് പാസ് കൊടുക്കുമ്പോൾ അത് റീച്ച് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് അദ്ദേഹം ക്വിക്കായിട്ട് അത് ഐഡന്റിഫൈ ചെയ്തിട്ട് ആ പേസ് കൊണ്ട് അദ്ദേഹം എടുക്കുന്നതും ആ പേസ് കൊണ്ട് ആ പന്ത് സ്വന്തമാക്കുന്നതൊക്കെ കാണാൻ സാധിക്കാറുണ്ട്. അതുപോലെ തന്നെ കൗണ്ടർ സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ ഡിഫൻസ് ടു ഒഫൻസീവ് ട്രാൻസിഷൻസിലൊക്കെ വളരെ പെട്ടെന്ന് അദ്ദേഹം ഒഫൻസിലേക്ക് എത്തുന്നതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ആ സിറ്റുവേഷൻസിലൊക്കെ പേസ്, സ്പീഡ്, ആക്സലറേഷൻ അത് നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മളൊരു മാച്ച് എടുത്ത് നോക്കുമ്പോൾ എപ്പോഴും അഗ്രസീവായിട്ട് പ്രസ് ചെയ്യുന്ന, ഹൈ പ്രസ്സിങ് ചെയ്യുന്ന, എപ്പോഴും പോയിട്ട് ഇങ്ങനെ കോൺസ്റ്റന്റ്ലി പേസ് ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അത്തരത്തിലല്ല. ഒട്ടുമിക്ക സിറ്റുവേഷനും അദ്ദേഹം ആ ഒരു പേസ് അല്ലെങ്കിൽ ആ ഒരു എനർജി സ്റ്റോർ ചെയ്തിട്ട് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ അത് പെട്ടെന്ന് റിലീസ് ചെയ്യുന്ന രീതിയിലാണ് അതിന്റെ പേസ് വരുന്നത്. ഇനി മറ്റൊരു കാര്യം ഓഫ് ദ ബോളിൽ നോട്ടീസ് ചെയ്ത മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിന്റെ ഡ്രോപ്പിംഗ്സ് അല്ലെങ്കിൽ ഡിഫൻസീവ് സപ്പോർട്ട്, റിക്കവറീസ് ഒക്കെയാണ്. 134 റിക്കവറീസ് അതിനുണ്ട്, 12 ഇന്റർസെപ്ഷൻസും അതുപോലെ തന്നെ 190 ഗ്രൗണ്ട് ബോൾസിൽ അദ്ദേഹം വിൻ ചെയ്തിട്ടുണ്ട്. അവിടെ എനിക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റിയൊരു കാര്യം, ദിമിത്രോസിനെ പോലെ ഭയങ്കരമായുള്ള ഒരു അപ്പർ ബോഡി സ്ട്രെങ്ത് ഉള്ള ഒരു പ്ലെയർ അല്ല. പക്ഷേ വേണ്ട സിറ്റുവേഷൻസിൽ ആ ഫിസിക്കൽ സ്ട്രെങ്ത് അദ്ദേഹം നല്ല രീതിയിൽ ലീഗലി തന്നെ അദ്ദേഹം ആ സ്ട്രെങ്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഷോൾഡർ പുഷ് ആണെങ്കിലും പെട്ടെന്ന് ഒരു പ്ലെയറിനെ വന്ന് പുഷ് ചെയ്തിട്ട് പന്ത് എടുക്കുന്ന സിറ്റുവേഷൻസിലാണെങ്കിലും ഈ ഇറങ്ങി വന്ന് പന്ത് എടുക്കുക എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു അറ്റാക്കിനെ പ്രിവെന്റ് ചെയ്യുന്ന രീതിയിലാണ്. സോ അത് ഒരുപാട് സിറ്റുവേഷൻസിൽ അതിന്റെ ഫിസിക്ക് യൂസ് ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കൃത്യമായ രീതിയിൽ ബ്ലോക്ക് വന്നുകൊണ്ടും അദ്ദേഹം അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. സോ ഓഫ് ദ ബോൾ കുറച്ച് കാര്യങ്ങൾ ഉള്ളെങ്കിലും ആ കുറച്ച് കാര്യങ്ങൾ വളരെ എഫക്റ്റീവ് ആയിട്ട് തന്നെ അദ്ദേഹം യൂസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് സ്പേസ് റെക്കഗ്നിഷൻ ആണെങ്കിലും പേസ് ആണെങ്കിലും പിന്നെ ഈ പറഞ്ഞ പോലെ ഇറങ്ങി
വന്നിട്ടുള്ള റിക്കവറീസ് ആണെങ്കിലും. ഇനി വിത്ത് ദ ബോളിലേക്ക് വരുമ്പോൾ പന്ത് കൈവശം വെക്കുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട മൂവ്മെന്റ്സ് അവിടെയാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളതും കൂടുതലധികം ഡേഞ്ചർ ആയിട്ട് മാറുന്നതും ആ ഒരു വിത്ത് ദ ബോളാണ്. നമ്മൾ ചില പ്ലേയേഴ്സിന്റെ കാര്യത്തിൽ വിത്ത് ദ ബോൾ അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലെയർ എന്ന് പറയാറുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. വിത്ത് ദ ബോൾ ആളൊരു കില്ലാടിയാണെന്ന് പറയാം. വളരെയധികം ഈ പറഞ്ഞ പോലെ പന്ത് കൈവശം വെക്കാനും ഡ്രിബിൾ ചെയ്യാനും പ്ലേയേഴ്സിനെ മറികടന്ന് പോകാനൊക്കെ എബിലിറ്റി ഉള്ള അതിന് ശ്രമിക്കുന്ന ഒരു പ്ലെയറാണ്. അവിടെ അദ്ദേഹത്തിന്റെ ഏറ്റവും അധികം എടുത്തു പറയേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത് അതിന്റെ ബോൾ ക്യാരിയിങ് എബിലിറ്റിയാണ്. ഡ്രിബിൾ ചെയ്യുന്ന കാര്യമാണെങ്കിലും 1v1 സിറ്റുവേഷൻസിൽ പ്ലെയറിനെ മറികടന്ന് പോകുന്ന കാര്യമാണെങ്കിലും അത്തരം സിറ്റുവേഷൻസിൽ ഇദ്ദേഹം ഒരു പുലിയാണെന്ന് തന്നെ പറയേണ്ടി വരും. ISL 58 തവണയാണ് ഇദ്ദേഹം സക്സസ്ഫുള്ളി ഡ്രിബിൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ലൂണയ്ക്ക് അത് 39ആണ്, ദിമിത്രിയോസിന് അത് 22ആണ്, ഡിയാഗോ മൗറീഷ്യോക്ക് അത് 44ആണ്. സോ ഇവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവരെക്കാൾ കൂടുതൽ തവണ സക്സസ്ഫുള്ളി പ്ലേയേഴ്സിനെ കടന്നു പോകാൻ ഇതിന് സാധിച്ചിട്ടുണ്ട്. ആൻഡ് ഈ ഒരു സിറ്റുവേഷനിലൊക്കെ അതിന് ഈ പറഞ്ഞ പോലെ പന്ത് കിട്ടുന്ന സിറ്റുവേഷനിൽ എക്സ്ട്രീം വൈഡിൽ നിന്നിട്ട് ഹാഫ് സ്പേസിൽ വെച്ചോ സെൻട്രൽ വെച്ചൊക്കെ പന്ത് കിട്ടുമ്പോൾ നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം എങ്ങനെയെങ്കിലേക്ക് അദ്ദേഹം ഡ്രിബിൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ പേസ് കൊണ്ടോ എങ്ങനെയെങ്കിലും അദ്ദേഹം അത് ഓപ്പൺ ബോക്സ് വരെയും എത്തിക്കും. ഓപ്പോസിഷൻ പ്ലെയറിനെ അതിന് മാർക്ക് ചെയ്യാൻ വരുന്ന അല്ലെങ്കിൽ അതിനെ ഷാഡോ ചെയ്യാൻ വരുന്ന പ്ലെയറിനെ അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് വട്ടം കറക്കുന്നത് നമ്മൾ ഒരുപാട് തവണ കാണുന്നുണ്ട്. ആൻഡ് ഈ ഡ്രിബ്ലിങ്സിൽ അദ്ദേഹം യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട വേരിയേഷൻസ് അല്ലെങ്കിൽ ടെക്നിക്സിലേക്ക് വരുമ്പോൾ അതിൽ ഒന്നാമതായിട്ട് ഏറ്റവും അധികം കാണുന്ന ഒരു കാര്യം ഫേക്ക് ആയിട്ടുള്ള കിക്ക് ഫെയിൻസ് യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ ബോക്സിന്റെ ഏരിയയിലേക്കൊക്കെ വരുമ്പോൾ ഒരു ക്രോസ് കൊടുക്കുന്ന പോലെ അല്ലെങ്കിൽ അടിക്കുന്ന പോലെ ഒരു ആക്ഷൻ ഫേക്ക് ആയിട്ട് ഇട്ടിട്ട് പെട്ടെന്ന് ഡയറക്ഷൻ സ്വിച്ച് ചെയ്യും. ആ ഒരു ഒറ്റ സംഭവത്തിൽ ആ ഒരു പ്ലെയർ ബീറ്റ് ആയി പോകും. ഈ സംഭവം ഈ ഒരു സെയിം സംഭവം എക്സാക്ട്ലി കോപ്പി എന്ന രീതിയിൽ അത് ഒരു തവണയല്ല, ഫസ്റ്റ് ഒരു തവണ അങ്ങനെ അടിച്ച് ഫേക്ക് ചെയ്യുന്നു, പിന്നെയും പ്ലെയർ വരുമ്പോൾ രണ്ടാമത് ഫേക്ക് ചെയ്യുന്നു, അങ്ങനെ ഒന്നിൽ കൂടുതൽ തവണ കിക്ക് ഫെയിന്റ് യൂസ് ചെയ്തിട്ട് അദ്ദേഹം ആ ഒരു പ്ലെയറിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു പ്ലെയർ പ്രാവുന്ന രീതിയിലേക്ക് ആക്കി എടുക്കാറുണ്ട്. സോ അത്രയധികം ഈ പറഞ്ഞ പോലെ ഓപ്പണന്റ് പ്ലെയറിനെ അല്ലെങ്കിൽ അതിന്റെ മാർക്ക് ചെയ്യാൻ വരുന്ന പ്ലെയറെ 1v1 സിറ്റുവേഷൻ അതിന് ഫ്രണ്ടിൽ വരുന്ന പ്ലെയറെ വട്ടം കറക്കുന്ന ഒരു രീതിയിൽ ഇതിന്റെ ഡ്രിബ്ലിങ്സ് മാറാറുണ്ട്. രണ്ടാമതെന്ന് പറയുന്നത് വിത്ത് ബോൾ കൊണ്ട് തന്നെയുള്ള ടേൺസ് ആണ്. അതിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഡയറക്ഷനിലേക്ക് അദ്ദേഹം ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുന്നു, പെട്ടെന്ന് അദ്ദേഹം ബാക്കിലേക്ക് പന്ത് ഡ്രാഗ് ചെയ്ത് ടേൺ ചെയ്തൊരു സംഭവമുണ്ട്. ഈ ഒരു ടേണിൽ തന്നെ പല പ്ലേയേഴ്സും ബീറ്റായി പോകാറുണ്ട്. ഇങ്ങനെയുള്ള ടേൺസ് കൊണ്ട് അദ്ദേഹം അസിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ മാറാറുണ്ട്. നമ്മളിപ്പോൾ ബോക്സിന്റെ ഏരിയയിൽ വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണാൻ പോകുന്ന കാര്യം ഈ കിക്ക് ഫെയിൻസും അതുപോലെ തന്നെ ടേൺസ് ആയിരിക്കും. വിത്ത് ബോൾ ടേൺസ്, ആ വിത്ത് ബോൾ ടേൺസ് വളരെ നല്ല രീതിയിലും എഫക്റ്റീവായിട്ടും ഗോൾ വരുന്ന സിറ്റുവേഷൻ ആയിട്ട് മാറുന്നതും കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ പറഞ്ഞ ടെക്നിക്സ് എല്ലാം യൂസ് ചെയ്യുമ്പോൾ അതെല്ലാം വന്ന് നിൽക്കുന്നത് ഒരു കാര്യത്തിലേക്കാണ്. ഈ റൂം ക്രിയേഷൻ എന്ന് പറയും. ആ ഒരു ഷോട്ട് എടുക്കാനോ അല്ലെങ്കിൽ ക്രോസ് കൊടുക്കാനുള്ള സ്പേസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ഇവിടെ അദ്ദേഹം ചെയ്യുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കൺജസ്റ്റഡ് ഏരിയയിൽ വൈഡിലേക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എക്സ്ട്രീം വൈഡിലോ അദ്ദേഹം ഓവർലാപ്പ് ചെയ്യുന്ന സിറ്റുവേഷനിൽ അദ്ദേഹം മാർക്ക് ചെയ്യാനായിട്ട് ഒരു പ്ലെയർ ഉണ്ടാവും. സോ അദ്ദേഹം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി അല്ലെങ്കിൽ അദ്ദേഹം മറികടക്കേണ്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഈ പ്ലെയറിനെ മാറ്റിയിട്ടിട്ട് ഒരു ക്രോസ് കൊടുക്കുക എന്നുള്ളതാണ്. ആ റൂം അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പല സിറ്റുവേഷനിൽ 1v1 സിറ്റുവേഷനിലൊക്കെ വരുമ്പോൾ ഒരു ക്രോസ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ പല പ്ലേയേഴ്സും ചെയ്യുന്നത് ബാക്കിലേക്ക് മൈനസ് കളിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇദ്ദേഹം ചെയ്യുന്നത് ഇതുപോലെ ഡ്രാഗ് ചെയ്തുകൊണ്ടും കിക്ക് ഫെയിന്റ് ചെയ്തുകൊണ്ടും എങ്ങനെയെങ്കിലും ആ ക്രോസ് കൊടുക്കാനോ ഷോട്ട് എടുക്കാനുള്ള സ്പേസ് അദ്ദേഹം ഉണ്ടാക്കിയെടുക്കും. സോ റൂം ക്രിയേഷൻ അല്ലെങ്കിൽ സ്പേസ് ഉണ്ടാക്കിയെടുക്കുന്നത് അതിപ്പോൾ ബോക്സിനകത്ത് വെച്ചിട്ട് ഷോട്ട് എടുക്കാനുള്ള സ്പേസ് ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്രോസ് കൊടുക്കാനുള്ള എക്സ്ട്രീമിൽ നിന്നിട്ട് ക്രോസ് കൊടുക്കാനുള്ള സ്പേസ് ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും. എങ്ങനെയെങ്കിലൊക്കെ അദ്ദേഹം ആ സ്പേസ് ഉണ്ടാക്കിയെടുക്കും. സോ അതും ഒരു അറ്റാക്കിംഗ് പ്ലെയറിനെ സംബന്ധിച്ച് ടീമിന് വളരെയധികം ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു ക്വാളിറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഇനി മൂവിങ് ഓൺ ടു നെക്സ്റ്റ് പോയിന്റ്, രണ്ടാമത്തേതെന്ന് പറയുന്നത് അതിന്റെ ബോൾ പ്രൊവൈഡിംഗ് ആണ്. അദ്ദേഹം കൊടുക്കുന്ന ബോളുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ബോളുകൾ. അവിടെ അതിന്റെ കണക്കുകളിലേക്കാണെങ്കിൽ 65 ചാൻസസ് ആണ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. 51 കീ പാസുകളുണ്ട്. ഒരു മെജോറിറ്റി ടൈമിൽ ഒരു 90% ടൈമിലും കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ലെഫ്റ്റ് എക്സ്ട്രീമിൽ വെച്ച് അദ്ദേഹം പന്ത് റിസീവ് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഡ്രിബിൾ ചെയ്ത് എങ്ങനെയെങ്കിലും അദ്ദേഹം ആ ഒരു എക്സ്ട്രീമിലേക്കോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ വൈഡിലേക്കോ ചെന്നെത്തുന്നു. അവിടെ നിന്ന് ഷുവർ ആയിട്ട് ഒരു ബോൾ അദ്ദേഹം കൊടുത്തിരിക്കും. ഇതൊരു 90% ടൈമിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. സോ അത്രയധികം ബോളുകൾ ക്രോസുകളുടെ രൂപത്തിലാണെങ്കിലും കട്ട് ബാക്സിന്റെ രൂപത്തിലാണെങ്കിലും പാരലൽ പാസുകളുടെ രൂപത്തിലാണെങ്കിലും കൊടുക്കുന്ന ഒരു പ്ലെയർ ആണ്. സോ അതുകൊണ്ടായിരിക്കും ഇത്രയധികം ചാൻസസ് ക്രിയേഷനും അസിസ്റ്റുകളും അതിന് വരുന്നത്. അവിടെയും ആ ക്രോസുകളുടെ ക്വാളിറ്റിയെ പറ്റി നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. വളരെ കൃത്യമായ ആളിലേക്ക് റീച്ച് ചെയ്യുന്ന രീതിയിലുള്ള നമ്മൾ ചില സിറ്റുവേഷൻസിൽ ബ്ലൈൻഡ് ആയിട്ട് ക്രോസുകൾ കൊടുക്കാറുണ്ട്. ഈ വൈഡിലേക്കൊക്കെ എത്തിക്കഴിയുമ്പോൾ അകത്ത് എന്തായാലും ഒരു പ്ലെയർ ഉണ്ടാവും. സോ എങ്ങനെയെങ്കിലും ഒരു ക്രോസ് കൊടുക്കുക എന്ന രീതിയിൽ ബ്ലൈൻഡ് ആയിട്ട് കൊടുക്കുന്ന ക്രോസുകൾ കാണാറുണ്ട്. പക്ഷേ ഇതിന്റെ കാര്യത്തിൽ അങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് കൊടുക്കുന്ന ക്രോസുകളല്ല. അത് നമ്മൾ ആ ഒരു മൂവ്മെന്റ് സ്ലോ മോഷനിൽ നോക്കി കഴിഞ്ഞാൽ ആ ക്രോസ് കൊടുക്കുന്നതിന് തൊട്ട് മുൻപോ അല്ലെങ്കിൽ ആ മൂവ്മെന്റ് നടക്കുന്ന സിറ്റുവേഷൻസിലോ തല ഉയർത്തി കൃത്യമായിട്ട് ബോക്സിനകത്തേക്ക് ഒരു ലുക്ക് അദ്ദേഹം കൊടുക്കുന്നുണ്ട്, നോക്കുന്നുണ്ട് കൃത്യമായിട്ട് എവിടെയാണ് പ്ലേയേഴ്സ് എന്നുള്ളത്. അതിനുശേഷം മാത്രമാണ് ആ ഒരു ക്രോസ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ബ്ലൈൻഡ് ആയിട്ടുള്ള ക്രോസുകളല്ല അദ്ദേഹം കൊടുക്കുന്നതെന്ന് പറയാൻ കാരണം. ചുമ്മാ ഒരു ക്രോസ് അങ്ങോട്ട് കൊടുത്ത് പണി കഴിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം അല്ലാതെ ആൾ എവിടെയാണോ നിൽക്കുന്നത് അത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് അയാളിലേക്ക് പാസ് എത്തിക്കുന്ന രീതിയിലുള്ള ക്രോസുകളാണ് മെജോറിറ്റി നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഈ നോക്കുന്ന കാര്യം പോലെ തന്നെ നോട്ടീസ് ചെയ്ത മറ്റൊരു കാര്യമാണ് ഈ 2 ഫുട്ടും യൂസ് ചെയ്യുന്ന ഒരു സംഭവം. നമ്മൾ ഈ ഫുട്ബോളിൽ 2 ഫുട്ടും ഒരുപോലെ യൂസ് ചെയ്യുന്ന പ്ലേയേഴ്സിനെ ഒരുപാട് കാണാറുണ്ട്. അതിൽ നിന്നും ഈ പാസുകൾ കൊടുക്കുന്ന ക്രോസുകൾ 2 ഫുട്ട് കൊണ്ടും കൊടുക്കുന്ന പ്ലേയേഴ്സിലേക്ക് വരുമ്പോൾ ആ കണക്കുകളൊന്ന് കുറയാറുണ്ട്. അതിൽ നിന്നും കുറച്ചുകൂടി കുറയുന്ന ഒരു കാര്യമാണ് ഈ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് 2 ഫുട്ട് കൊണ്ടും ഒരുപോലെ ടെക്നിക്സ് യൂസ് ചെയ്ത് പന്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്. വീക്ക് ഫുട്ട് കൊണ്ട്
നമുക്ക് കർവിങ് ക്രോസസ് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ വീക്ക് ഫുട്ട് കൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള വേരിയേഷൻസ് കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഫുട്ബോൾ കളിക്കുന്നവർക്ക് അറിയായിരിക്കും, സ്ട്രോങ് ഫുട്ട് കൊണ്ടാണ് നമുക്ക് ആ ഒരു കർവിങ് ഷോട്ടും അല്ലെങ്കിൽ കർവിങ് ക്രോസുകളും അത്തരത്തിലുള്ള ടെക്നിക്സ് യൂസ് ചെയ്തുള്ള ഷോട്ടുകൾ, നക്കിൾ ബോൾസ് ഒക്കെ അങ്ങനെ നമ്മുടെ സ്ട്രോങ് ഫുട്ട് കൊണ്ടാണ് കൂടുതലും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക. പക്ഷേ ഇതിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ റൈറ്റ് ഫുട്ട് കൊണ്ട് കൊടുക്കുന്ന ക്വാളിറ്റിയിലുള്ള അതേ ടൈപ്പ് ഓഫ് ക്രോസുകൾ, ടെക്നിക്സ് യൂസ് ചെയ്തിട്ടുള്ള ക്രോസുകൾ ലെഫ്റ്റ് കൊണ്ടും അദ്ദേഹം കൊടുക്കുന്നുണ്ട്. പ്രിഫേർഡ് ഫുട്ട് റൈറ്റ് ആണ്, പെനാൽറ്റീസ് എടുക്കുന്നതും അദ്ദേഹം റൈറ്റ് കൊണ്ടാണ്. പക്ഷേ ലെഫ്റ്റ് വൈഡ് ഏരിയാസിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് അദ്ദേഹം കർവിങ് ക്രോസസ് പ്രൊവൈഡ് ചെയ്യുന്നതും അതിൽ നിന്ന് അസിസ്റ്റുകൾ സ്വന്തമാക്കുന്നതും കാണാം. സോ രണ്ട് ഫുട്ടും സ്ട്രോങ് ആണെന്ന് പറയുമ്പോൾ അത് വെറുതെ സ്ട്രോങ് അല്ല, അത് എല്ലാ തരത്തിലും എല്ലാ ആസ്പെക്റ്റിലും രണ്ട് ഫുട്ടും സ്ട്രോങ് ആണ്. ആൻഡ് ഈ ബോൾ പ്രൊവൈഡിങ്ങിൽ ക്രോസിങ്ങിന്റെ കാര്യം പറയുന്നത് പോലെ തന്നെ കുറേയൊക്കെ ത്രൂ ബോളുകൾ, ക്രിയേറ്റീവ് ആയിട്ടുള്ള പാസുകൾ കൂടി നമ്മൾ കാണുന്നുണ്ടായിരുന്നു. വൈഡ് നിൽക്കുന്ന സിറ്റുവേഷൻസിൽ സ്ട്രൈക്കേഴ്സിന്റെ റൺസും അല്ലെങ്കിൽ ബോക്സിനകത്തേക്കുള്ള റൺസൊക്കെ ത്രൂ ബോൾ കൊണ്ട് അദ്ദേഹം പ്രൊവൈഡ് ചെയ്യുന്നതും ആൻഡ് ചില സിറ്റുവേഷൻസിൽ ചിപ്പിംഗ് പാസ് ഇതുപോലെ ടെക്നിക്സ് യൂസ് ചെയ്തിട്ടുള്ള പാസുകളും അദ്ദേഹം കൊടുക്കുന്നുണ്ടായിരുന്നു. സോ ക്രിയേറ്റീവ് പാസുകളുടെ അല്ലെങ്കിൽ ത്രൂ വെച്ച് കൊടുക്കുന്ന അത്തരത്തിലുള്ള പാസുകളുടെ സാന്നിധ്യവും കാണുന്നുണ്ട്. അതിനേക്കാൾ കൂടുതൽ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം കോമ്പിനേഷൻസ് അല്ലെങ്കിൽ ഒരു ട്രയാങ്കുലർ മൂവ്മെന്റ്സിൽ ഇദ്ദേഹം കൊടുക്കുന്ന ബോളുകളാണ്. അവിടെ ഈ പറഞ്ഞ പോലെ അമിതമായ ടച്ചസ് ഒന്നുമില്ല, ഒരു ടച്ച് കൊണ്ട് കൂളായുള്ള ഒരു ടച്ച് കൊണ്ട് ഒരു ത്രൂ ബോൾ കൊടുക്കുന്നത് അതൊരു ട്രയാങ്കിൾ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അങ്ങനെ വരുന്ന കോമ്പിനേഷൻസിൽ വരുന്ന ക്രിയേറ്റീവ് പാസസും ഇതിൽ കാണാൻ സാധിച്ചിരുന്നു. ആൻഡ് വിത്ത് ബോളിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അതിന്റെ ഇൻഡിവിജ്വൽ ബ്രില്യൻസിൽ വരുന്ന ഗോളുകൾ, ഫിനിഷിംഗ്സ് ഒക്കെയാണ്. ചില പ്ലേയേഴ്സിന് ആ ഒരു എബിലിറ്റി നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ ലൂണയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഹാഫ് ചാൻസസ് ചെയ്യുന്നോ അല്ലെങ്കിൽ നോ ചാൻസസ് ചെയ്യുന്ന പോലും ഗോൾ കൺവേർട്ട് ചെയ്യുന്ന ടൈപ്പ് പ്ലെയറാണ് ലൂണ. ഏകദേശം ആ രീതിയിലുള്ള ഒരു ചാൻസ് ഇല്ലെങ്കിലും ഇദ്ദേഹത്തിന് ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കൊണ്ടോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ക്വാളിറ്റി കൊണ്ടോ ഗോൾസ് സ്വന്തമാക്കുന്ന രീതിയിൽ ഒരുപാട് ഗോളുകൾ ഇദ്ദേഹത്തിനുണ്ട്. ഒരു ലോങ് റേഞ്ച് ഷോട്ട് റൈറ്റ് കൊണ്ട് അദ്ദേഹം പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെ ഉണ്ട്, ഒരു വോളി അദ്ദേഹം ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ചില ട്രൈസും ഷോട്ടും ഗോളുകളും നമ്മൾ ഇദ്ദേഹത്തിൻ്റെ കരിയറിൽ FC ഗോവയ്ക്ക് വേണ്ടി കണ്ടിരുന്നു എന്നുള്ളത് അത് തീർച്ചയായിട്ടും ഒരു വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ആൻഡ് ഇവിടെ നമ്മൾ നോട്ടീസ് ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ രണ്ട് ഫുട്ടും യൂസ് ചെയ്യുന്നത് ഷോട്ടിന്റെ കാര്യത്തിലും നമ്മൾ കാണുന്നുണ്ട്. അതിപ്പോൾ പവർ കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും നല്ല പവർഫുൾ ഷോട്ട് ഇദ്ദേഹം ഈ പറഞ്ഞ റൈറ്റ് ഫുട്ട് കൊണ്ടും ലെഫ്റ്റ് ഫുട്ട് കൊണ്ടും ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, പലപ്പോഴും ഈ പവർഫുൾ ഷോട്ടുകളുടെ കാര്യം പറയുമ്പോൾ പല പ്ലേസിന്റെ കാര്യത്തിലും പവർ ഉണ്ടാവാറുണ്ട്, പക്ഷേ പ്ലേസ്മെന്റ് കറക്റ്റ് ആവാറില്ല. ഈ പവർ വരുമ്പോൾ എപ്പോഴും പ്ലേസ്മെന്റ് വളരെ പ്രശ്നമായിട്ട് മാറുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പവറും പ്ലേസ്മെന്റും ഒരുപോലെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചില സിറ്റുവേഷൻസിൽ പവറിനും പേസിനും കർവിങ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കട്ട് ഇൻസൈഡ് അത് അകത്തേക്ക് കയറുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും. അവിടെ പറഞ്ഞ പ്ലേസ്മെന്റ് ഉണ്ട്, പവർ ഉണ്ട്, അതുപോലെ തന്നെ ആ ഒരു ബോളിന് ഒരു കർവ്, ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ മൂവ്മെന്റും കൊണ്ടുവരുന്നുണ്ട്. ഇതെല്ലാം ഒരുമിച്ച് എങ്ങനെയാണ് അദ്ദേഹം കൊടുക്കുന്നത് എന്നുള്ളത് ചില സമയത്ത് പിടി കിട്ടാറില്ല. ആ രീതിയിലുള്ള ഗോളുകൾ അദ്ദേഹത്തിനുണ്ട്. 2 ഹെഡർ ഗോൾസും കണ്ടിരുന്നു. ഗോൾ വേരിയേഷൻസിനെ പറ്റി പറയുമ്പോൾ 2 ഹെഡർ ഗോളുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. സോ ടോട്ടലി ഈ പറഞ്ഞ ഫിനിഷിങ്ങിന്റെ കാര്യമാണെങ്കിലും ഷോട്ടുകളുടെ കാര്യമാണെങ്കിലും നമ്മളിപ്പോൾ ഒരു വിധപ്പെട്ട ഒരു പ്ലെയറിൻ്റെ എല്ലാ ആസ്പെക്റ്റും കവർ ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാം ഒരു ക്വാളിറ്റി, ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിൽ നിന്നൊരു ഹൈ ക്വാളിറ്റി എന്ന് പറയാൻ പറ്റുന്ന ഒരു പ്ലെയറായിട്ട് എന്തുകൊണ്ടും പറയാൻ പറ്റുന്ന രീതിയിലാണ് കഴിഞ്ഞ സീസൺസിൽ FC ഗോവയ്ക്ക് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുള്ളത്. സോ ഇനി ചില നെഗറ്റീവ്സ് ആയിട്ട് അല്ലെങ്കിൽ കളി കണ്ടപ്പോൾ അത്ര നല്ല ഇംപ്രഷൻ കിട്ടാതിരുന്ന ചില കാര്യങ്ങളുണ്ട്. ആൻഡ് അതിൽ മെയിൻ ആയിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ ഇത്തരത്തിൽ കളിക്കുന്ന ഈ ഒരു ഗെയിം സ്റ്റൈലുള്ള പ്ലേയേഴ്സിന് ടോട്ടലി വരുന്ന ഒരു ചീത്തപ്പേരെന്ന് പറയുന്നത് സെൽഫിഷ് ആയിട്ട് കളിക്കുന്നു അല്ലെങ്കിൽ ഓവറായിട്ട് ഡ്രിബിൾ ചെയ്യാൻ നിൽക്കുന്നു എന്നുള്ളതാണ്. അത് ഒരു മെജോറിറ്റി ടൈമിലും എനിക്ക് ഫീൽ ചെയ്തിരുന്നില്ല. ഈ പറഞ്ഞ പോലെ പാസ് കൊടുക്കേണ്ട സിറ്റുവേഷൻസിൽ പാസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ചില സിറ്റുവേഷൻസിൽ ഇപ്പോൾ എല്ലാ പ്ലേയേഴ്സും 100% പെർഫെക്റ്റ് ആവണമെന്നില്ല. ചില സിറ്റുവേഷൻസിൽ ഈ പറഞ്ഞ പോലെ അമിതമായിട്ട് ഒറ്റയ്ക്ക് ശ്രമിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു പാസിംഗ് ഓപ്ഷൻ അവിടെ ഉണ്ട്, പക്ഷെ അത് അദ്ദേഹം കാണാത്തത് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ചില സമയത്ത് അത്തരം ചാൻസസിന് വലിയ വില കൊടുക്കേണ്ടി വരാറുണ്ട്. സോ ഇതിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോഴും ഓവറായിട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഓവറായിട്ട് ഡ്രിബിൾ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ചീത്തപ്പേര് കിട്ടാനുള്ള ചാൻസസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് മറ്റൊരു കാര്യം നോട്ടീസ് ചെയ്തത്, വിങ്ങറായിട്ട് കളിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഗെയിം സ്റ്റൈലിൽ ഒരു വിങ്ങറായിട്ട് കളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരിക്കാം ഇതിൻ്റെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഫുൾ സ്ട്രെങ്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിന് ചെയ്യാൻ സാധിക്കുക. ഒരു സെൻട്രൽ ഫോർവേഡ് അല്ലെങ്കിൽ ഒരു കൺജസ്റ്റഡ് ഏരിയയിൽ ഇതൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവിടെ FC ഗോവയിൽ ഈ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒരു വേരിയേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇദ്ദേഹം ഏറ്റവും അധികം ഡേഞ്ചറായി മാറുന്നതും ഏറ്റവും അധികം എഫക്റ്റീവായിട്ട് മാറുന്നതും ഈ വിങ്ങിലാണ്. പുതിയ കോച്ചിങ് സ്റ്റൈലിൽ അങ്ങനെ ഒരു വിങ്ങർ പോർഷൻ ഉണ്ടോ എന്ന് നോക്കണം. ഇനി അവിടെ ഉണ്ടെങ്കിൽ ഇതിന് കൊടുക്കുന്ന റോൾ എന്താണെന്ന് നോക്കണം. ചില സിറ്റുവേഷൻസിൽ നമുക്ക് പ്ലേയേഴ്സിനനുസരിച്ച് ഫോർമേഷൻ സെറ്റ് ചെയ്യേണ്ടി വരും. ആ ഒരു ടൈപ്പ് സംഭവം ഡിസർവ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനനുസരിച്ച് കൺസിഡർ ചെയ്യേണ്ട ഒരു പ്ലെയറിനെ പോലെയാണ് ഫീൽ ചെയ്തത്. ആൻഡ് ചില സിറ്റുവേഷൻസിൽ 1v1 സിറ്റുവേഷൻ നമ്മൾ ഫിനിഷിങ്ങിൻ്റെ കാര്യം പറയുമ്പോഴും ഗോൾ കീപ്പർ മാത്രം നിൽക്കുന്ന സിറ്റുവേഷൻസിൽ ചില മിസ്സുകൾ, എറേഴ്സ് അല്ലെങ്കിൽ ഫിനിഷിങ്ങിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അത് എല്ലാ പ്ലേയേഴ്സിനും വരുന്നതാണ്. ലൂണ പോലും 1v1 സിറ്റുവേഷനൊക്കെ മിസ് ചെയ്തിട്ടുണ്ട്. സോ അത് ആ രീതിയിൽ എടുത്ത് വിടാവുന്നതാണ്. പക്ഷെ ഒരു മെജോറിറ്റി നോക്കുമ്പോൾ നല്ല ഫിനിഷിംഗ് എബിലിറ്റി ഉള്ള ഒരു പ്ലെയർ തന്നെയാണ് നോവ സദോ. സോ ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ കഥകളോ ഈ പറഞ്ഞ കഥാപ്രസംഗം ഒന്നും നിങ്ങൾ കേൾക്കേണ്ട ആവശ്യമില്ല. ആ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ തന്നെ ഒരു ക്വാളിറ്റി,
ഒരു എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ള ISL-ലെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ എന്നുള്ളത് ഒരു സംശയമില്ലാതെ പറയാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് നോസദോ. അത് ഇനി ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ എങ്ങനെ അദ്ദേഹം ആ ഫോം കീപ്പ് ചെയ്യും, എങ്ങനെ അദ്ദേഹത്തെ യൂസ് ചെയ്യും എന്നതിനനുസരിച്ചായിരിക്കും ഇവിടുത്തെ അതിൻ്റെ കോൺട്രിബ്യൂഷൻ വരിക. എന്തായാലും ഒരു എഫക്റ്റീവ് ആയുള്ള ഒരു പ്ലെയറായിട്ട്, ഒരു ഗ്യാരണ്ടി പ്ലെയറായിട്ട്, ദിമിത്രോസിനൊക്കെ പറയുന്നത് പോലെ ഒരു ഗ്യാരണ്ടി പ്ലെയറായിട്ട്, ഗോളുകൾ വരുന്ന ഒരു പ്ലെയറായിട്ട് ബ്ലാസ്റ്റേഴ്സിൽ മാറാൻ അതിന് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ഒരു പ്ലെയറിനെ പറ്റി നിങ്ങൾക്ക് അറിയാവുന്നതിൽ നിന്നും കുറച്ചുകൂടി കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നുണ്ട്. സോ നമുക്ക് എന്തായാലും മറ്റു വീഡിയോയിൽ കാണാം. ബൈ.